നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുച്ചി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഹാദേവപുത്രനായ ഗണപതിയുടെ സ്നേഹപൂർവ്വം വിളിക്കുന്ന മറ്റൊരു പേരാണ് പിള്ളയാർ. തിരുച്ചി ശ്രീരംഗനാഥ സ്വാമി പ്രതിഷ്ഠ നടത്തിയ ശേഷം പിള്ളയാർ ഈ മലമുകളിലേക്ക് കയറി വന്നുവെന്നാണ് ഐതിഹ്യം. തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് തിരുച്ചിറപ്പള്ളി. കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം തമിഴ്നാട്ടിലെ 4ാമത്തെ വലിയ നഗരമായി കരുതുന്നു. ആദ്യകാല ചോഴരുടെ ഭരണകേന്ദ്രമായിരുന്ന ഉറയൂർ തിരുച്ചിറപ്പള്ളിയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് പല്ലവരും പാണ്ഡ്യരും പിൽക്കാല ചോഴരും വിജയനഗര രാജവംശവും എല്ലാം തിരുച്ചിറപ്പള്ളി ഭരിച്ചിരുന്നു. തിരുച്ചിറപ്പള്ളി, തിരുച്ചി, ട്രിച്ചി എന്നിങ്ങനെയെല്ലാം ഇന്നറിയപ്പെടുന്നുണ്ട്. തിരുച്ചിറപ്പള്ളിയുടെ മുഖമുദ്രയായി വിശേഷിപ്പിക്കുന്നതാണ് റോക്ക് ഫോർട്ട് അഥവാ മലൈക്കോട്ടെ എന്നറിയപ്പെടുന്ന അതിപുരാതനമായ ഈ മല. 273 അടിയോളം ഉയരമുണ്ട് ഈ മലയ്ക്ക്. 3.8 ബില്യൺ വർഷം പഴക്കമുള്ളതാണ് പ്രകൃതിദത്തമായ ഈ പാറക്കെട്ട്. അതായത് ഹിമാലയ പർവ്വതത്തെക്കാൾ പഴക്കമുള്ള ഈ മല ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ പാറക്കെട്ടുകളിലൊന്നാണ്. ഈ മലയുടെ ഏറ്റവും മുകളിലായാണ് തിരുച്ചിയുടെ അടയാളമായ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിള്ളയാർ എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും പ്രിയങ്കരനായ ഗണപതി ഭഗവാനെയാണ്. തമിഴിൽ ഗണപതിയെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് പിള്ളയാർ. മലയുടെ ഉച്ചിയിൽ കുടികൊള്ളുന്നതിനാൽ ഭഗവാനെ ഉച്ചിപ്പിള്ളയാർ എന്നറിയപ്പെടുന്നു. ഇത് മലൈക്കോട്ടെ കോവിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം പ്രസിദ്ധമാണെങ്കിലും ഈ പുരാതന മലയിൽ 3 ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മാണിക്യ വിനായകർ ക്ഷേത്രം. രണ്ടാമത്തേത് മലയുടെ ഏകദേശം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തായുമാനവ സ്വാമി ക്ഷേത്രം. മൂന്നാമതായി മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. മലമുകളിലേക്ക് കയറുന്നതിന് മുൻപ് ആദ്യം മാണിക്യ വിനായകനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുക എന്നത് കാലാകാലങ്ങളായി നിലനിന്നു പോരുന്ന വിശ്വാസമാണ്. മാണിക്യ വിനായകർ ക്ഷേത്രത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്തായി മീനാക്ഷി സുന്ദരേശ്വരർ സന്നിധിയുണ്ട്. മലമുകളിലേക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴോ ഇവിടെ ദർശനം നടത്താം. പടികൾ കയറി മുകളിലെത്തുമ്പോൾ ഒരു ബോർഡിൽ തായുമാനവ സന്നിധിയിലേക്കും ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലേക്കും പോകാനുള്ള സൈൻ ബോർഡ് കാണാം. പലരും ഇതുവഴി വന്ന് നേരെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലേക്കാണ് പോകാറുള്ളത്. എന്നാൽ തായുമാനവ സ്വാമിയെ കുറിച്ച് അറിഞ്ഞു വരുന്നവർ തീർച്ചയായും ഈ ക്ഷേത്രം സന്ദർശിക്കും. മഹാദേവനാണ് ഇവിടെ തായുമാനവരായി കുടികൊള്ളുന്നത്. ഒരു പാറയ്ക്കുള്ളിൽ ഇത്രയും വിശാലവും കൊത്തുപണികളാൽ സമ്പന്നമായതുമായ ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ പുരാതന ക്ഷേത്രങ്ങളെയും ശില്പചാരുതയെയും എല്ലാം ആസ്വദിക്കുന്നവർക്ക് ഇതൊരു അത്ഭുത ലോകം പോലെ തോന്നുമെന്നതിൽ സംശയമില്ല. പലരും ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി പുറത്തുനിന്നും ഈ ക്ഷേത്രത്തെ കണ്ടിട്ട് പോകാറുണ്ട്. എന്നാൽ അകത്തേക്ക് കടന്നാൽ മാത്രമേ ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രൗഢി അടുത്തറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു മല തുരന്ന് ഇത്രയും വിശാലമായ ക്ഷേത്രം നിർമ്മിച്ച നമ്മുടെ മഹത്തായ ശില്പികളുടെ കരവിരുതിനെ നമസ്കരിച്ചേ മതിയാവൂ. മഹാദേവന് ഇവിടെ തായുമാനവർ എന്ന നാമം ലഭിച്ചത് എങ്ങനെയെന്ന് നോക്കാം. തായും ആണവർ, അതായത് അമ്മയും ഭഗവാൻ തന്നെ എന്നാണ് അർത്ഥം. അതാണ് പിന്നീട് തായുമാനവർ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഒരിക്കൽ മലയുടെ സമീപ പ്രദേശത്തായി രത്നാവതി എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. ശിവഭക്തയായ രത്നാവതി എന്നും മലമുകളിലെ ശിവനെ തൊഴാനെത്തുമായിരുന്നു. ഒരിക്കൽ രത്നാവതി പൂർണ്ണ ഗർഭിണിയായിരിക്കെ അവളുടെ പ്രസവ ശുശ്രൂഷയ്ക്കായി കാവേരി നദിയുടെ മറുകരയിൽ താമസിക്കുന്ന രത്നാവതിയുടെ അമ്മ അവളുടെ അടുത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങി.
എന്നാൽ ശക്തമായ കാറ്റും മഴയും മൂലം കാവേരി നദിയിൽ ജലം പൊങ്ങി. നദി മുറിച്ചു കടക്കാനാവാത്തതിനാൽ രത്നാവതിയുടെ അമ്മയ്ക്ക് വരാൻ സാധിച്ചില്ല. വിഷണ്ണയായ രത്നാവതി മലമുകളിലെ അവളുടെ ഇഷ്ടദേവനായ ശിവനെ മനമുരുകി പ്രാർത്ഥിച്ചു. രത്നാവതിക്ക് പ്രസവ വേദന ആരംഭിച്ചു. ഭഗവാൻ രത്നാവതിയുടെ അമ്മയുടെ വേഷത്തിൽ അവളുടെ സമീപം എത്തുകയും പ്രസവം സുഗമമായി നടക്കാൻ സഹായിക്കുകയും പ്രസവാനന്തര ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു. മഴ മാറി കാവേരിയിൽ വെള്ളം താഴ്ന്നപ്പോൾ രത്നാവതിയുടെ അമ്മ മകളുടെ അടുത്തെത്തി. ഒരേപോലെയുള്ള രണ്ടമ്മമാരെ കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കവേ ഭഗവാൻ സ്വരൂപം വെളിപ്പെടുത്തി എല്ലാവർക്കും അനുഗ്രഹം നൽകി. ലോകത്തിന് പിതാവായ പരമശിവൻ ഒരു തായായും അവതരിച്ചതിനാൽ ഭഗവാൻ തായുമാണവർ ആയി. ഭഗവാന് ഇവിടെ സെവ്വന്തിനാഥർ എന്ന മറ്റൊരു നാമവുമുണ്ട്. പാർവതി ദേവിയെ ഇവിടെ മാട്ടുവർ കുഴലി അമ്മയായി ആരാധിക്കുന്നു. സുഖപ്രസവം നടക്കുന്നതിനും സന്താന സൗഭാഗ്യത്തിനുമായി നിരവധി പേർ തായുമാനവർ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സന്താന സൗഭാഗ്യം ലഭിച്ചവരും സുഖപ്രസവം നടന്നവരും വീണ്ടും ക്ഷേത്രത്തിലെത്തി ഭഗവാന് നന്ദി അറിയിക്കുകയും ചെയ്യും. ഇനി അടുത്തത് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്ര ദർശനമാണ്. ഗണപതി മലയുടെ ഉച്ചിയിൽ കുടിയിരുന്നതിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. അത് ശ്രീരംഗനാഥ സ്വാമി വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ത്രേതായുഗവുമായി ബന്ധമുള്ളതാണ്. രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയുമായി ശ്രീരാമൻ അയോധ്യയിലെത്തിയ സമയം. യുദ്ധം ജയിച്ച് അയോധ്യയിലെത്തിയ ശ്രീരാമന് പട്ടാഭിഷേകം നടന്നു. പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കാൻ രാവണന്റെ സഹോദരനായ വിഭീഷണനെയും ക്ഷണിച്ചിരുന്നു. കാരണം രാവണനുമായുള്ള യുദ്ധത്തിൽ ശ്രീരാമനെ വിഭീഷണൻ സഹായിച്ചിരുന്നു. പട്ടാഭിഷേകത്തിലെത്തിയ വിഭീഷണന് യുദ്ധത്തിൽ സഹായിച്ചതിന് നന്ദി സൂചകമായി ഇക്ഷ്വാകു വംശം പൂജിച്ചു വന്ന പ്രണവാകാര വിമാനത്തോടു കൂടിയ മഹാവിഷ്ണുവിന്റെ അനന്തശയന വിഗ്രഹം ശ്രീരാമൻ സമ്മാനമായി നൽകി. ലങ്കയിൽ എത്തുന്നതുവരെ ഈ വിഗ്രഹം നിലത്ത് വയ്ക്കരുതെന്ന് ശ്രീരാമൻ വിഭീഷണന് നിർദ്ദേശവും നൽകി. ശ്രീരാമൻ നന്ദി സൂചകമായാണ് വിഗ്രഹം നൽകിയതെങ്കിലും വിഭീഷണൻ അസുരകുല ജാതനായതിനാൽ ദേവന്മാർക്കിത് അതൃപ്തിയുണ്ടാക്കി. വിഷ്ണു വിഗ്രഹം ഒരു അസുരന്റെ കയ്യിൽ ലഭിക്കുന്നത് ദേവന്മാരിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഇത് എങ്ങനെയെങ്കിലും തടയണമെന്ന ഉദ്ദേശത്തോടെ ഗണപതിയുടെ മുന്നിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. ഗണപതി ദേവന്മാരെ സഹായിക്കാമെന്നേറ്റു. വിഭീഷണൻ വിഗ്രഹവുമായി തിരുച്ചിയിൽ കാവേരി നദീ തീരത്തെത്തി. സ്നാനാദി കർമ്മങ്ങൾക്കായി നദിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച വിഭീഷണൻ വിഗ്രഹം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിന്നു. അപ്പോൾ ഗണപതി ആട്ടിടയനായ ഒരു ആൺകുട്ടിയുടെ വേഷം ധരിച്ച് വിഭീഷണന് മുന്നിലെത്തി. കുട്ടിയെ കണ്ടപ്പോൾ വിഭീഷണൻ ഈ വിഗ്രഹം താൻ സ്നാനം കഴിഞ്ഞ് വരുന്നതുവരെ നിലത്ത് വയ്ക്കാതെ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചു. വിഗ്രഹം നിലത്ത് വെക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ വിഭീഷണൻ നദിയിലേക്ക് ഇറങ്ങിയ തക്കം നോക്കി ബാലന്റെ വേഷത്തിൽ വന്ന ഗണപതി മഹാവിഷ്ണു വിഗ്രഹം അവിടെ നിലത്ത് പ്രതിഷ്ഠിച്ചു. ഇത് കണ്ട വിഭീഷണൻ ഓടിവന്ന് വിഗ്രഹം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കോപം പൂണ്ട വിഭീഷണൻ ആട്ടിടയനായി വന്ന ബാലനെ അടിക്കാനായി വടിയുമെടുത്ത് അടുത്തേക്ക് വന്നു. ആ കുട്ടി ഓടി മലയുടെ മുകളിലെത്തി. പുറകെ എത്തിയ വിഭീഷണൻ കുട്ടിയുടെ തലയിൽ വടി കൊണ്ടൊരു കൊട്ടുകൊടുത്തു. അപ്പോഴാണ് ഗണപതി സ്വരൂപത്തിൽ പ്രത്യക്ഷനായത്. ഗണപതിയെ കണ്ട മാത്രയിൽ വിഭീഷണൻ ഭഗവാനോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഗണപതിയാൽ പ്രതിഷ്ഠിതമായതാണ് ശ്രീരംഗനാഥ സ്വാമി പ്രതിഷ്ഠ എന്നാണ് ഐതിഹ്യം. വിഭീഷണൻ വടികൊണ്ട് തട്ടിയ ഭാഗം ഇപ്പോഴും ഉച്ചിപ്പിള്ളയാറിന്റെ വിഗ്രഹത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റൊരു ഐതിഹ്യം, ലങ്കയിലേക്ക് പോകുന്ന വഴി ക്ഷീണം തോന്നിയ വിഭീഷണൻ കാവേരി നദിക്കരയിൽ വിശ്രമിക്കുന്നതിനായി വിഗ്രഹം നിലത്തുവെച്ചതാണെന്നും അത് പിന്നീട് അവിടെ ഉറച്ചുപോയതാണെന്നും പറയുന്നു. ഈ ഐതിഹ്യത്തെക്കുറിച്ച് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. മലയടിവാരത്തിൽ നിന്നും ഏകദേശം 437ഓളം പടികൾ കയറി വേണം ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൽ എത്തേണ്ടത്. മലമുകളിലെത്തിയാൽ കാവേരി നദിയെയും ശ്രീരംഗം ക്ഷേത്ര ഗോപുരവും ഉൾപ്പെടെ തിരുച്ചി നഗരത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കും. മലമുകളിൽ ഒരു ചെറിയ ക്ഷേത്രമാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. ശ്രീകോവിലിനെ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ഒരു വശത്തായി നെയ് വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തർക്ക് നെയ് വാങ്ങി വിളക്കിൽ ഒഴിക്കാവുന്നതാണ്. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൽ എത്തുന്നതിന് തിരുച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും 5 കിലോമീറ്ററും ഛത്രം ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്ററും ദൂരമുണ്ട്. തിരുച്ചി ശ്രീരംഗത്തെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ നിന്നും റോക്ക് ഫോർട്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ലഭ്യമാണ്. ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമുണ്ടാകും ക്ഷേത്രത്തിലേക്ക്. AD 7-ാം നൂറ്റാണ്ടിൽ പല്ലവ ഭരണാധികാരിയായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമനാണ് മലൈക്കോട്ടെ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചത്.
പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരായ മധുരയിലെ നായക് ഭരണാധികാരികൾ ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഗാംഭീര്യത്തിന് ഉദാഹരണമായി മലൈക്കോട്ടെ ക്ഷേത്രങ്ങളെ കണക്കാക്കാം. ഇത്തരത്തിൽ നിരവധി അമൂല്യമായ ക്ഷേത്രങ്ങൾ ഭാരതത്തിലുടനീളം കാണാം. ഭാരത സംസ്കാരത്തിന്റെ മുഖമുദ്രയായ ഇത്തരം ക്ഷേത്രങ്ങൾ നമുക്കായി പണിത് നൽകി കടന്നുപോയ നമ്മുടെ പൂർവികർക്കും അത് ഭദ്രമായി കാത്തുസൂക്ഷിച്ച കാലത്തിനും നന്ദി പറയാം. ഒപ്പം ഇത്തരം അമൂല്യ സമ്പത്തുക്കൾ വരും തലമുറയ്ക്കായി കരുതി വെക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും വേണം. എല്ലാ ദിനങ്ങളും നന്മ നിറഞ്ഞതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.